having been elected to the office of Councillor of the City of Palmyra, declare that I take the office upon myself and will duly, faithfully, honestly, and with integrity fulfill the duties of the office for the people in the district according to the best of my judgment and ability. And I will observe the code of conduct adopted by the City of Palmyra under section 1.5.104 of the Local Government Act 1995. ഓസ്ട്രേലിയ പെർത്തിലെ അർമഡൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി കണ്ണൂർ ഉളിക്കൽ സ്വദേശി ടോണി തോമസ് UK-യിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് പെർത്തിൽ കുടുംബസമേതം താമസമാക്കിയതാണ് ടോണി. ഉളിക്കലിലെ റിട്ടയർഡ് അധ്യാപകനായ പരേതനായ അക്കര തോമുണ്ണിയുടെയും അധ്യാപികയായിരുന്ന ത്രേസ്യാമ്മയുടെയും മകനാണ്. മകന്റെ വിജയത്തെപ്പറ്റി ത്രേസ്യാമ്മ ടീച്ചർ മനസ്സ് തുറക്കുന്നു. വെയിലാണോ അതോ കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്? പിള്ളേരുണ്ടോ? മിനിയും പിള്ളേരും ഉണ്ടോ? ഇന്ന് എന്നാ പരിപാടി? ഓപ്പൺ സ്റ്റേജാ? ശരി. അപ്പച്ചനും ഞാനും വൈത്തൂർ UP സ്കൂളിലെ അധ്യാപകരായിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് മോള് ടീന, ടോണി രണ്ടാമനാണ്. അവർ രണ്ടുപേരും ഉളിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, UP സ്കൂളിൽ. പിന്നെ ടീന തലശ്ശേരി സേക്രഡ് ഹാർട്ടിലേക്ക് അവളെ പഠിക്കാൻ അയച്ചു. ടോണി ഇവിടുത്തെ അടുത്തുള്ള ഉളിക്കലിൽ തന്നെയുള്ള പഞ്ചായത്ത് ഹൈസ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് ടോണിയെ പിന്നെ ശ്രീകണ്ഠാപുരം SCS കോളേജിലാണ് പ്രീ ഡിഗ്രി ചേർന്നത്. അവിടെ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഴശ്ശിരാജ മട്ടന്നൂർ NSS കോളേജിൽ ഡിഗ്രി അവിടെ കഴിഞ്ഞു. പിന്നെ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ നോക്കി നേഴ്സിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മാണ്ഡ്യ കർണാടകയിൽ ആദി ചുഞ്ചുനഗിരി മെഡിക്കൽ കോളേജിലാണ് ചേർന്നത്. നേഴ്സിംഗ് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ വിവാഹം ആലോചിച്ചു. UK ജോലിയുള്ള നേഴ്സ് മിനി നമ്പുടാകത്തിൽ കല്യാണം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് കുറച്ച് അധികം താമസിയാതെ തന്നെ അവൻ അവിടേക്ക് പോയി ജോലി കിട്ടി. അവിടെയായിരുന്നു പിന്നെ 5-6 വർഷത്തോളം. 7 പോയി 12 വരെ അവിടെ നിന്നു. അപ്പോൾ 11 ആയപ്പോഴത്തേക്ക് അപ്പച്ചന് പിന്നെ ലിവറിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങി ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കൂടുതലായി വന്നപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ ശരിക്കും ഭേദമാവുള്ളൂ എന്നുള്ളത് പറഞ്ഞപ്പം ടോണി അവിടുത്തെ ജോലി കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ച് ഇവിടേക്ക് വന്നു. മകളാണ് ലിവർ ഡോണർ. അത് ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. 1 വർഷത്തോളം അവനിവിടെ നിന്നു. അതിന് ശേഷം പിന്നെ പോയത് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്കാണ്. 14 ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും കുടുംബസമേതം. 3 മക്കളാണ് ടോണിക്ക്. മൂത്തയാൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്സിലും. മൂന്നാമത്തെ മോളാണ്, അവൾ 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. എൻ്റെ പേര് ഡെന്നി തോമസ്. ഈ ടോണിയുടെ പപ്പയുടെ പെങ്ങളുടെ മോനാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഒരു പത്രലോകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അഭിമാനമായിട്ടാണ് ടോണി മാറിയിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് ടോണി മാറിയിരിക്കുകയാണ്. ആക്ച്വലി ആ ടോണിയുടെ വളർച്ചയിൽ എപ്പോഴും കൂടെ നിന്നിട്ടുള്ള, അതായത് ടോണി എന്തായോ അതിൻ്റെ ഒക്കെ പുറകിൽ നിന്ന 2 വ്യക്തികളാണ് ആൻറ്റിയും അതുപോലെ അച്ഛനും. അച്ഛൻ ഒരു കഴിഞ്ഞ 4 മാസം മുമ്പ് ജൂലൈ 25-ന് ഞങ്ങളെ വിട്ടുപോയി. അത് കുറേ നാളത്തെ രോഗങ്ങളോട് കൂടിയിട്ടാണ് അവർ ഇവിടുന്ന് യാത്ര പറഞ്ഞത്. അതിന് ശേഷം ആൻറ്റിയാണ് ഇവിടെ ഉള്ളത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു KSUവിൻ്റെ
ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവേ പള്ളിയിലത്തെ കാര്യങ്ങളും അതെല്ലാം നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ്. എൻ്റെ അപ്പച്ചൻ അതിനൊരു മാതൃകയായിരുന്നു. അപ്പച്ചൻ പള്ളിയിലെ കൈക്കാരനും കമ്മിറ്റിക്കാരനും ഭക്ത സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളൊക്കെ ആയിരുന്നു. വളരെ കാലം പിന്നെ വിൻസെൻ്റ് ഡി പോളിൻ്റെ സെക്രട്ടറി ആയിട്ടും പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ ചെറിയ തോതിലൊക്കെ അപ്പച്ചനും ഇൻവോൾവ് ആയിരുന്നു. എൻ്റെ ഉള്ളിൽ ഇരിക്കൂർ ബിൽഡിംഗ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്നു. പിന്നെ നെല്ലിക്കാമ്പയിലാണെങ്കിലും വായനശാലയുടെയൊക്കെ പ്രവർത്തനങ്ങൾ സെക്രട്ടറിയൊക്കെ ആയിട്ട് കുറേ കാലം പ്രവർത്തിച്ചു. അങ്ങനെ പുള്ളി എല്ലാ കാര്യത്തിലും പിന്നെ ഭക്ത സംഘടനകളിലൊക്കെ ടോണിക്കും അതുപോലെ താല്പര്യമായിരുന്നു. ACYM-ലും മിഷൻ ലീഗിലും ഒക്കെ അവൻ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും നേതൃത്വ പരിശീലന ക്ലാസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. മത്സരങ്ങളിലും ഇതിനൊക്കെ പോയി ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ താല്പര്യമുള്ള കൂടുതലായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലം മുതലേ കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായപ്പോൾ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ സജീവമായിട്ട് അപ്പച്ചനെ കൃത്യസമയത്ത് എല്ലാ പ്രാർത്ഥന വൈകുന്നേരമാണെങ്കിലും ഏത് പള്ളിയിൽ പോകുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ അതൊക്കെ എപ്പോഴും വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അവന് ഈ വിജയം കിട്ടിയത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം. അപ്പോൾ അപ്പച്ചൻ മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. അപ്പച്ചൻ്റെ മധ്യസ്ഥവും അവൻ്റെ വിജയത്തിന് പിന്നിലുണ്ട്. ഞാൻ സ്കൂളിൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സമയം. അന്നേരം രാഷ്ട്രീയ നേതൃത്വം എന്നോട് ഇങ്ങനെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് 2005-ലാണ് അതിൽ വിജയിച്ചു. പിന്നെ അതിൻ്റെ ബാക്കി പ്രവർത്തനമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകാൻ സാധിച്ചു. എല്ലാ കാര്യത്തിനും രാഷ്ട്രീയ നേതൃത്വം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണേലും വനിതയായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി കൂടുതൽ അടുത്ത് പെരുമാറാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഉപദേശം തേടാനും ഒക്കെ സാധിച്ചു. പിന്നെ ഏതിനും ഒരു വിഷമമില്ലാതെ ആ 5 വർഷക്കാലം നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അന്ന് നമ്മുടെ വാർഡില്ല നമ്മുടെ പഞ്ചായത്തിൽ ജലനിധിയൊക്കെ വന്ന കാലഘട്ടമാണ്. അതൊക്കെ ഒരു നല്ലൊരു ആ സമയത്തെ നല്ലൊരു പ്രവർത്തനമായിരുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ ഞാൻ നല്ല പറയുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ആ കാലഘട്ടമൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. അതൊക്കെ ഒരു അഭിമാനത്തോടെ ഓർക്കുന്നു. അവനതിനോട് ഒത്തിരി താല്പര്യമാണ്. അമ്മച്ചി അത് ഇതിൽ നിൽക്കേണ്ട കാര്യം പറഞ്ഞ് അമ്മച്ചി നിൽക്കണം, കിട്ടുന്ന അവസരം അമ്മച്ചി കളയരുത്, നല്ലതാണ്. അതൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ആൻറ്റിക്ക് എനിക്ക് തോന്നുന്നു ടോണിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ പറയാവുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 100 കാര്യങ്ങൾ ആൻറ്റിയുടെ മനസ്സിൽ ടോണിയുടെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്.